നമ്മളോട് ചെയ്തോളാൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്തതെന്നാണ് എല്ലാവരുടെയും ചോദ്യം. പക്ഷേ ഇത് കേരളത്തിലേക്ക് വ്യാപിക്കാൻ പോവാന്ന്. ഇത് കേരളത്തിലേക്ക് വ്യാപിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? കേരളം മുഴുവൻ എത്രയോ പേര് കെട്ടുകയറെടുക്കേണ്ടി വരും. KSEBിക്ക് വരുമാന നഷ്ടം ഉണ്ടാകുമെന്ന് KSEB ജീവനക്കാർക്ക് തന്നെ അറിയാം. അപ്പോൾ അത് KSEB ജീവനക്കാർ അത് മനസ്സിലാക്കിയെങ്കിൽ പിന്നെ എന്തിന് ഞങ്ങളെ വഞ്ചിച്ചു? ബഹിരാകാശത്തിൽ അവർ പറയുന്നത് നോട്ടപ്പിശകെന്നാണ്. നമ്മൾ ഒരാളുടെ സിഗ്നേച്ചറിൽ നോട്ടപ്പിശകുണ്ടാകാം, ഒരു സംഖ്യയുടെ ഫിഗറിൽ നോട്ടപ്പിശകുണ്ടാകും, ഒരു 0 കുറഞ്ഞാൽ നോട്ടപ്പിശകാണ്. കേരളത്തിലെ കൺസ്യൂമേഴ്സിന് മുഴുവൻ നോട്ടപ്പിശക് എങ്ങനെ സംഭവിച്ചു? കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡിയോടെ സൗരവൈദ്യുതി ഉൽപാദനം നടത്തി വിതരണം ചെയ്ത ആളുകൾക്ക് KSEB നോട്ടീസ് അയച്ചതോടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഉപഭോക്താക്കൾ. കോട്ടയം ജില്ലയിലെ വൈക്കം മേഖലയിലാണ് KSEB ഡിവിഷന് കീഴിൽ നിരവധി ആളുകൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. KSEB തന്നെ ഇത്തരത്തിൽ സൗരവൈദ്യുതി പ്ലാന്റ് വീടുകളിൽ സ്ഥാപിക്കുകയും 3 കണക്ഷനുകൾ എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് KSEB ഉദ്യോഗസ്ഥർ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ വരുമാന നഷ്ടത്തിൻ്റെ പേരിൽ ഇപ്പോൾ വാടക കെട്ടിടങ്ങളിലേക്ക് സോളാർ വീലിംഗ്, അതായത് വിതരണം നടത്തുന്നതിന് അനുമതിയില്ല എന്നുള്ളൊരു നോട്ടീസാണ് KSEB നൽകിയിരിക്കുന്നത്. ഇതേ തുടർന്ന് ലക്ഷങ്ങൾ മുടക്കി സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ച ആളുകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വൈക്കം സ്വദേശിയായ ബിബിനാണ് ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ഇത്തരത്തിൽ 2019 ഒരു ഉത്തരവിനെ മരവിപ്പിച്ചുകൊണ്ട് 2020 ഉത്തരവിറങ്ങിയിരുന്നു. വാടക കെട്ടിടത്തിലേക്ക് സോളാർ വീലിംഗ് നടത്തുന്നതിന് KSEB അനുമതി നൽകില്ലായിരുന്നൊരു ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ 2020 ഉത്തരവിനെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ 2024 സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് തങ്ങൾക്ക് അനുമതി നൽകിയത്, തങ്ങളെ കൊണ്ട് പണം മുടക്കിയതെന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇപ്പോൾ ആ വിഷയത്തിൽ ഉദ്യോഗസ്ഥർ ജീവനക്കാർക്കൊക്കെ എതിരെ അദ്ദേഹം പരാതിയുമായി മുൻപോട്ട് പോവുകയാണ്. നമുക്ക് അദ്ദേഹം പറയുന്നത് കേൾക്കാം. KSEBയുടെ ഭാഗത്തുനിന്ന് വലിയൊരു ചതിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടി വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മളിപ്പോൾ നമ്മുടെ അന്വേഷണം ബഹിരാകാശ പ്രകാരം നമുക്ക് ലഭിച്ചിരിക്കുന്ന 47 പേരോളം വൈക്കത്ത് തന്നെ ഇതുപോലെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ വൈക്കം ഡിവിഷൻ്റെ കീഴിൽ വരുന്ന തലയാഴം പഞ്ചായത്തിൽ ഒരു ബേക്കറി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ കണക്ഷൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ പലർക്കും ഭയമാണ്. എന്തെന്ന് പറഞ്ഞാൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും പിന്നാമ്പുറത്ത് നിന്നാണ് പറയുന്നത്. നമ്മളോട് ചെയ്തോളാൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്തതെന്നാണ് എല്ലാവരുടെയും ചോദ്യം. പക്ഷേ ഇത് കേരളത്തിലേക്ക് വ്യാപിക്കാൻ പോവാന്ന്. ഇത് കേരളത്തിലേക്ക് വ്യാപിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? കേരളം മുഴുവൻ എത്രയോ പേര് കെട്ടുകയറെടുക്കേണ്ടി വരും. നമ്മളൊന്ന് ആലോചിച്ച്, ഞാൻ 5117 രൂപയാണ് ബാങ്ക് ലോൺ അടയ്ക്കുന്നത്. അതിനോടൊപ്പം ഞാൻ വൈദ്യുതി ചാർജും കൂടെ അടയ്ക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ സാധിക്കും? എനിക്ക് നല്ല കേരളത്തിലെ ഓരോ വ്യക്തികൾക്കും ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ ആ അവസ്ഥയിൽ ഞാൻ പലരുമായി ബന്ധപ്പെട്ട ഈ നോട്ടീസ് കിട്ടിയ പലരും പറയുന്നത് നമുക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാം, ഈ വഞ്ചനയ്ക്ക്, ഈ കാട്ടുനീതിക്ക് എതിരെ ഒരുമിച്ച് പോരാടാം, ഒന്നിച്ച് കൈകോർക്കാം എന്നതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ഇപ്പോൾ KSEB പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ, വൈക്കം ഡിവിഷൻ പറയുന്നത് ഞങ്ങൾ മാത്രമാണ് ഇത് അയച്ചിരിക്കുന്നതെന്ന് പറയുന്നു, ഇതിൻ്റെ വ്യാപനം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. തെറ്റാരു ചെയ്താലും, ഞാൻ ചെയ്താലും, ഉദ്യോഗസ്ഥരാണെങ്കിലും ബോർഡാണെങ്കിലും ആരാണെങ്കിലും അതിൻ്റെ തക്കതായ നടപടി ഉണ്ടാകണം. അതിനുവേണ്ടി ഒരു നിയമ പോരാട്ടവുമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓരോ വ്യക്തികൾക്കും നഷ്ടപ്പെട്ടിട്ടുള്ളത് നമുക്ക് ലക്ഷങ്ങളാണ്. അത് നമുക്ക് തിരിച്ചു കിട്ടണം. നമുക്ക് കിട്ടിയേ പറ്റൂ. നമ്മുടെ കടം ആര് വീട്ടും? നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവർ പറഞ്ഞ KSEBക്ക് നഷ്ടമാണ്, വരുമാന നഷ്ടം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതാണ്. അല്ല, KSEBക്ക് വരുമാന നഷ്ടം ഉണ്ടാകുമെന്ന് KSEB ജീവനക്കാർക്ക് തന്നെ അറിയാം. അപ്പോൾ അത് KSEB ജീവനക്കാർ അത് മനസ്സിലാക്കിയെങ്കിൽ പിന്നെ എന്തിന് ഞങ്ങളെ വഞ്ചിച്ചു? ഞങ്ങളെന്തിനാണ് വഞ്ചിതരാക്കിയത്? ഞങ്ങൾ എന്ത് പിഴച്ചു? എന്നെപ്പോലുള്ള കൺസ്യൂമേഴ്സിനോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നിങ്ങളുടെ കറണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ, വൈദ്യുതി ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ അടുത്തൊരു കൺസ്യൂമറിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞല്ലേ അവരിത് മാറ്റി തന്നത്. അതിന് അവർ ഒരു യൂണിറ്റിന് ഇത്ര പൈസ വെച്ച് വീലിംഗ് ചാർജ് ഞങ്ങളുടെ കൈവശം നിന്ന് ഈടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത ശേഷം ഇപ്പോഴവർ പറയുന്നു ഇതൊന്നും നടക്കില്ല. ഈ തെറ്റ് ആരാണ് ചെയ്തത്? ബോർഡാണോ അതെയോ ഉദ്യോഗസ്ഥരാണോ? ഈ 4 വർഷക്കാലം ഒരു ഉത്തരവുണ്ടെന്ന് അവർ പറഞ്ഞു. ഈ 4 വർഷക്കാലം ഈ ഉത്തരവ് ആരാണ് പൂഴ്ത്തിവെച്ചത്? അത് ആദ്യം കണ്ടെത്തണം. ഉത്തരവ് പൂഴ്ത്തിവെച്ചവരെ കണ്ടെത്തണം. ബഹിരാകാശത്തിൽ അവർ പറയുന്നത് നോട്ടപ്പിശകെന്നാണ്. നമ്മൾ ഒരാളുടെ സിഗ്നേച്ചറിൽ നോട്ടപ്പിശകുണ്ടാകാം, ഒരു സംഖ്യയുടെ ഫിഗറിൽ നോട്ടപ്പിശകുണ്ടാകും, ഒരു 0 കുറഞ്ഞാൽ നോട്ടപ്പിശകാണ്. കേരളത്തിലെ കൺസ്യൂമേഴ്സിന് മുഴുവൻ നോട്ടപ്പിശക് എങ്ങനെ സംഭവിച്ചു?
ഇത്രായിരം എമാരിൽ നിന്നും ഇത്രായിരം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരിൽ ഞാൻ ചോദിക്കുന്ന വേറൊരു സംശയം, ഒരു ഒരു നോട്ടപ്പശക് സംഭവിച്ചു, ശരിയാണ്, സബ് എഞ്ചിനീയർ വന്ന് നോക്കി, അല്ലെങ്കിൽ ഒരു ഓവർസിയർ നോക്കി, അദ്ദേഹത്തിന് നോട്ടപ്പശക് സംഭവിച്ചു. പക്ഷേ ബില്ല് ചെയ്യുന്ന സീനിയർ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തിന് നോട്ടപ്പശക് സംഭവിക്കില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്യപ്പെടാം, അല്ലെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ സോളാറിന് പ്രത്യേക ഒരു വിങ്ങും കൂടെ ഉണ്ട്. അതെ, സോളാറിന് വേണ്ടി തന്നെ എൻ്റെ അറിവിലാണെങ്കിൽ കേരളത്തിലെ സോളാറിന് ജില്ലയിൽ എയിമാരുണ്ട്, അങ്ങനെ ഒരു സെക്ഷൻ. പിന്നെ ഒരു മോഡൽ ഓഫീസർ ട്രിവാൻഡ്രത്തുണ്ട്, അവരെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിങ് കൂടെ ഉണ്ട്. അവർ സോളാർ എല്ലാവരും എടുക്കണമെന്ന് പറഞ്ഞ് നമ്മളോട് വന്ന് ആവശ്യപ്പെടുന്നു. ഒരു വിഭാഗം പറയുന്നു, സോളാർ എടുത്താൽ നിന്റെ ജീവിതം ഞാൻ കെട്ടുകയറിൽ തീർക്കും, ലക്ഷ്യത്തോടു കൂടി ഒരു വിഭാഗം നടക്കും. അതുപോലെ കേന്ദ്ര സർക്കാർ ഈ സൗരോർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവന്നത്, സൂര്യകർ പദ്ധതി കൊണ്ടുവന്നത്. അതെ, അപ്പോൾ ശരിക്കും കേന്ദ്ര പദ്ധതിയെ അട്ടിമറിക്കുവാണോ എന്ന് ചോദിച്ചാൽ കേന്ദ്ര പദ്ധതിയെ 100% ജീവനക്കാർ അട്ടിമറിക്കുവാണെന്ന് ഞാൻ പറയും. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദ്ധതിയിൽ ഞങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചു. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വൈദ്യുതി നിങ്ങളുടെ ഉപയോഗം, ഗാർഹിക ഉപയോഗം കഴിഞ്ഞാൽ ബാലൻസ് നിങ്ങളുടെ കൺസ്യൂമർ നമ്പറിലേക്ക് മാറ്റാമെന്ന് പറയുന്നു. തൊട്ടുപുറകെ അതേ ജീവനക്കാർ തന്നെ ഞങ്ങളോട് പറയുന്നു, പഴയ ഒരു ഉത്തരവ് ഞങ്ങളുടെ കൈവശമുണ്ട്, പറ്റിച്ചേ കോലുമിഠായി പറ്റിച്ചേ എന്ന് പറയുന്ന അവസ്ഥയാണിപ്പോൾ കേരളത്തിൽ KSEB ജീവനക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമ നടപടിയാണ് മുന്നോട്ട് പോകുന്നത്. നിയമ നടപടികളുമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. നമുക്ക് സംഭവിച്ച നഷ്ടം ആര് തരണം എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ.